എന്താ പ്രശ്നം? ഒരു പെണ്ണ് കൊണ്ടുപോയി ഒരാണിന്റെ പേരിൽ വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കുന്ന കാലം മാറി. അതിനൊരു തുടക്കം എന്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. എന്തത് സംഭവം? അപ്പൊ നീ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്റെ പേരിൽ ഒരു വ്യാജ പരാതി കോട്ടയം തൃപ്പൂണിത്താനം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് രേണുസുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു. എന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും എന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും വ്യക്തമായ രീതിയിൽ വളരെ കറക്റ്റായിട്ട് ഓരോ കാര്യം ഞാൻ അവിടെ പ്രസന്റ് ചെയ്യും. അവസാനം സാറുമാർക്ക് മനസ്സിലായി ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. അത് മാത്രമല്ല എന്റെ ഓരോ വീഡിയോസും അവിടെ സ്റ്റേഷനിലുള്ള സാറുമാർ കണ്ടു. അത് കലക്കി. ഇവിടെ രേണുസുതി അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, മാനനഷ്ടത്തിന് കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു രേഖകളും ഇല്ലാതെ വന്നിട്ട് ഏതൊക്കെയോ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആരൊക്കെയോ ചെയ്ത വീഡിയോസിന്റെ ഫോട്ടോയും എടുത്തും കൊണ്ട് വന്നിട്ട് എനിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ എന്നെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. രേണുസുതിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും അവരെ ബോഡി ഷെയിം ചെയ്യുകയോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ വളരെ മോശമായ രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വെൽ ഡൺ മൈ ബോയ്. സോഷ്യൽ മീഡിയയിൽ വന്ന പല വീഡിയോസും എടുത്ത് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ ഞാൻ അറിഞ്ഞതും തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തു. അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീയെ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ വലിച്ചു കീറി ഒട്ടിക്കാനോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യത്തുമില്ല. വെരി ഗുഡ്. ആൺകുട്ടികളെ ഇങ്ങനെ വേണം. എനിക്ക് വളരെ വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഒരു കേസിൽ സത്യത്തിനൊപ്പം നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം ആ പോലീസുകാർ നിന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ, നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എന്നാലും പോലീസുകാർ കേസെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിനുശേഷം രേണുസുതി വന്ന് കടന്ന് കുറെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് നോക്കാം. ടീച്ചറെ കരയല്ലേ, ടീച്ചറെ പ്ലീസ് കരയല്ലേ. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്. നമ്മളൊരു കളി കളിക്കാൻ ഇറങ്ങുമ്പോ ഓപ്പോസിറ്റ് ടീമും നമ്മളെക്കാൾ കളി അറിയാവുന്നവരാണെന്ന് മനസ്സിലാക്കിയേച്ച് കളിക്കണം. ഇനി ഇവർ കോടതിയിൽ പോയാലും ഏത് അറ്റം വരെ പോയാലും ഇവിടെ ന്യായം, നീതി, സത്യം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളിടത്തോളം കാലം എനിക്ക് തന്നെയായിരിക്കും നീതി ലഭിക്കുക എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളത്. എന്നതായാലും പുലിമട കയറി കിള്ളാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു.